തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഒമാനിൽ നിന്ന് 810 തൊഴിലാളികളെ നാടുകടത്തിയെന്നുള്ളൊരു വാർത്ത വലിയൊരു ആശങ്കയോടെയാണ് ബഹുഭൂരിപക്ഷം ആളുകളും നമ്മളിൽ കേട്ടിട്ടുണ്ടാവുക. ഇതിലെ വാസ്തവം നമ്മളൊക്കെ അറിഞ്ഞിരിക്കണം. രാജ്യത്തുടനീളം അനധികൃതമായി തൊഴിൽ ചെയ്യുന്ന ആളുകളെ കണ്ടെത്താനായുള്ള പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി സ്പെഷ്യൽ ഇൻസ്പെക്ഷൻ ടീമിനെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത് മസ്കറ്റിലും വടക്കൻ ബാത്തന ഗവർണറേറ്റിലും ദാഹിറ ഗവർണറേറ്റിലുമാണ്. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ഗവർണറേറ്റുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനും പദ്ധതിയുണ്ട്. ഈ കഴിഞ്ഞ വർഷം മാത്രം 1599 പരിശോധനകളാണ് ഇത്തരത്തിൽ അനധികൃതമായി രാജ്യത്ത് ജോലി ചെയ്യുന്ന ആളുകളെ കണ്ടെത്താനായി നടത്തിയത്. അങ്ങനെ കണ്ടെത്തിയ 810 പേരെയാണ് ഇപ്പോൾ നാട് കടത്തിയെന്നുള്ളൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതിൽ പലതരം നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ജോലി റിസൈൻ ചെയ്ത് ദീർഘകാലം രേഖകളൊന്നും ഇല്ലാതെ രാജ്യത്ത് തുടരുന്നവരായിരുന്നു. മറ്റു ചിലർ ഒരു തൊഴിലുടമയ്ക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത് അതിന് പുറമെ മറ്റ് തൊഴിലുടമകൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. സ്വയം തൊഴിൽ കണ്ടെത്തി പോകുന്ന ആളുകൾ, അവർക്ക് വ്യക്തമായ താമസ രേഖകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമലംഘകരെയൊക്കെ പിടികൂടാനായിട്ടാണ് വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുന്നതെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്.